ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 7020 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് 26 പേർ മരണമടഞ്ഞു. 91,784 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 6037 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. 734 ഉറവിടമറിയാത്ത ആളുകളുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 81 പേർ ആരോഗ്യപ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 54,339 സാമ്പിളുകൾ പരിശോധന നടത്തി. 8,474 പേരാണ് രോഗമുക്തരായത്. മാസ്ക് പൊതുവെ ആളുകൾ ധരിക്കുന്നുണ്ടെങ്കിലും മാസ്ക് ധരിക്കാത്തവരുടെ എണ്ണവും വലിയ തോതിൽ കാണുന്നുണ്ട്. അപ്പോൾ മാസ്ക് ധരിക്കുന്നതിൻ്റെ പ്രാധാന്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ക്യാമ്പയിൻ ഒന്നുകൂടി ശക്തിപ്പെടുത്തും. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം വരാനിരിക്കുകയാണ്. ദർശനത്തിന് ദിവസം 1000 തീർത്ഥാടകർ എന്ന നിലയിലാണ് ക്രമീകരിക്കുന്നത്. അവധി ദിവസങ്ങളിലും മകരവിളക്ക് ദിനത്തിലുമൊക്കെ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതായി വന്നേക്കാം. അതേപോലെ തന്നെ ഗസ്റ്റുമാരായിട്ട് കുറേ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അതിലും എണ്ണം അധികരിക്കാതെ നോക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം 1000 ആളുകൾ തീർത്ഥാടകരായിട്ട് വരുമ്പോൾ അതിനാനുപാതികമായ ഗസ്റ്റുമാരും ഉണ്ടാകാൻ പാടുള്ളൂ. തീർത്ഥാടകർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമല തീർത്ഥാടകർ വരും. അവർ കോവിഡ് രോഗബാധിതരായാൽ ഇവിടെ തന്നെ രോഗചികിത്സ സ്വീകരിക്കാൻ തയ്യാറാകുന്നവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചികിത്സയും ഇവിടെ നൽകും. എന്നാൽ അതല്ല, ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ് എന്നൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ആവശ്യമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ട സംവിധാനങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് ബാധിച്ച് മരണമടയുന്നവർ ആശുപത്രിയിൽ നിന്ന് വിട്ടുകൊടുക്കുന്നതിൽ ചില കേസുകളിൽ മൃതദേഹം സംസ്കരിക്കുന്നതിൽ കാലതാമസം വരുന്നുവെന്ന് പരാതി ഉണ്ടായിട്ടുണ്ട്. ഇത് സംഭവിക്കാതിരിക്കാൻ നല്ല ജാഗ്രത വേണം. ബന്ധപ്പെട്ട സംവിധാനങ്ങൾ തമ്മിലുള്ള ഏകോപനവും കൃത്യമായിട്ട് നടക്കണം. ഇപ്പോൾ ആശുപത്രി, നഗരസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതെല്ലാമായിട്ടുള്ള നല്ല ഏകോപനം ഇക്കാര്യത്തിൽ സംസ്കരിക്കുന്ന കാര്യത്തിലൊക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ 10% ബെഡുകൾ കോവിഡ് രോഗികൾക്കായി റിസർവ് ചെയ്യണമെന്ന നിർദ്ദേശത്തിന്
അനുസൃതമായ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ ICU ബെഡുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലെയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ICU ബെഡുകൾ എംപാനൽ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ്. ടെസ്റ്റിംഗ് നിരക്ക് കൂട്ടുന്നതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും പൊതുസ്ഥലങ്ങളിൽ കിയോസ്കുകൾ കൂടുതലായി സ്ഥാപിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി 167 സ്ഥലങ്ങൾ കണ്ടെത്തി. അവയിൽ 57 ഇടങ്ങളിൽ ഇതിനകം കിയോസ്കുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് രോഗബാധിതരായവരിൽ മറ്റനാരോഗ്യമുള്ളവർ കൃത്യമായ ഇടവേളകളിൽ കോവിഡ് ടെസ്റ്റ് വീണ്ടും ചെയ്യേണ്ടത് അവരുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. ഇക്കാര്യത്തിൽ വേണ്ട ബോധവൽക്കരണം സംസ്ഥാനത്ത് നടത്തും. അതിനാവശ്യമായ ക്യാമ്പയിൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുമുണ്ട്. കോവിഡാനന്തര ചികിത്സയുടെ പ്രാധാന്യം നേരത്തെ തന്നെ പറഞ്ഞതാണ്. കോവിഡ് രോഗബാധ വന്നു പോയതിനു ശേഷം നല്ല രീതിയിലുള്ള പരിചരണം രോഗികൾക്ക് ആവശ്യമാണ്. അതിനാവശ്യമായ പോസ്റ്റ് കോവിഡ് കെയർ സെൻറ്റർ ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്നുണ്ട്. പോസ്റ്റ് കോവിഡ് കെയർ സിസ്റ്റവും ആരോഗ്യവകുപ്പ് രൂപീകരിക്കും. അതിനുള്ള മാർഗനിർദ്ദേശവും ഉടനെ തയ്യാറാക്കും. അതോടൊപ്പം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെ ടെലിമെഡിസിൻ സൗകര്യം ഇനിയും വിപുലപ്പെടുത്തും. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ കേസ് പെർ മില്യൺ 11,280 ഉയർന്നു. ദേശീയ ശരാശരി 5,790. അതിനനുസൃതമായി ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. 1,23,524 കേരളത്തിലെ നിലവിലെ ടെസ്റ്റ് പെർ മില്യൺ. ഇന്ത്യയിലത് 76,440. ഇന്നലെ വരെയുള്ള ആക്റ്റീവ് കേസുകളിൽ 3,885 പേർ കോവിഡ് ഹോസ്പിറ്റലുകൾ ചികിത്സയിലാണ്. കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ 2,786 പേർ. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ 10,478 പേർ. ഡൊമിസിലിയറി കെയർ സെൻ്ററുകളിൽ 1,495 പേർ. ഇതാണ് നിലവിൽ ചികിത്സ തേടുന്നവരുടെ സ്ഥിതി. വീട്ടിൽ തന്നെ ചികിത്സിക്കുന്നവർ 62,448 പേരുണ്ട്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം ഇന്നലെ ആരംഭിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷന് 618,71,71,00,000 രൂപയും ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷന് 86,46,00,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് കഴിഞ്ഞ 50 ലക്ഷത്തിൽ പരം പേർക്ക് ഈ മാസം പെൻഷൻ ലഭിക്കും. അതാത് മാസത്തെ പെൻഷൻ അതാത് മാസം തന്നെ വിതരണം ചെയ്യും എന്ന് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്തിരുന്നു.
സർക്കാർ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും അത് നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. നെല്ല് സംഭരണത്തിൽ നിന്നും വിട്ടുനിന്ന സ്വകാര്യ മില്ലുടമകളുടെ സമരം പിൻവലിച്ചിട്ടുണ്ട്. അതോടെ സംഭരണം ആരംഭിച്ചു കഴിഞ്ഞു. സഹകരണ സംഘങ്ങൾ ഇതിനകം സംഭരിച്ച നെല്ല് സംസ്കരിക്കാൻ വേണ്ട സഹായം മില്ലുടമകൾ ചെയ്യും. ഒരു മാസത്തിനകം മില്ലുടമകളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യും. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലാണ് പ്രധാനമായും കൊയ്ത്ത് നടക്കുന്നത്. ഈ വർഷവും റെക്കോർഡ് വിളവാണ് പ്രതീക്ഷിക്കുന്നത്. 2018 പ്രളയം വരുത്തിവെച്ച നാശനഷ്ടങ്ങളിൽ പ്രധാനമാണ് നമ്മുടെ ജൈവ വൈവിധ്യനാശം. പമ്പാ നദിയുടെ ഇരുകരകളിലും സമൃദ്ധമായി ഉണ്ടായിരുന്ന ജൈവ വൈവിധ്യം അപ്പാടെ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടവയെല്ലാം പുനരുജ്ജീവിപ്പിക്കൽ അസാധ്യമാണ്. എങ്കിലും കഴിയുന്നത്ര എണ്ണം പുനരുജ്ജീവിപ്പിച്ച് പമ്പാ നദിയെ സംരക്ഷിക്കുന്നതിനാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ നേതൃത്വത്തിൽ പമ്പാ നദീതീര ജൈവ വൈവിധ്യ പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു. പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ അവ നടത്തുന്ന പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിക്കും ആവാസ വ്യവസ്ഥക്കും യോജിച്ച രീതിയിലായിരിക്കണമെന്ന് പ്രളയത്തെ തുടർന്ന് UN നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പമ്പാ നദീതീര ജൈവ വൈവിധ്യ പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നത്. പമ്പാ നദീതീരത്ത് ജൈവ വൈവിധ്യ ശോഷണം കൂടുതലായി സംഭവിച്ചിട്ടുള്ള ഇലന്തൂർ, കോയിപ്പുറം, റാന്നി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട ചെറുകോൽ, കോഴഞ്ചേരി, അയിരൂർ, റാന്നി, പഴവങ്ങാടി, അങ്ങാടി, പെരുന്നാട്, വടശ്ശേരിക്കര, വെച്ചുച്ചിറ, നാറാണമൂഴി ഇങ്ങനെ 10 ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തദ്ദേശീയവും വംശനാശ ഭീഷണി നേരിടുന്നതും പ്രദേശവാസികളുടെ ജീവസന്ധാരണത്തിന് പ്രയോജനപ്രദവുമാകുന്ന 64 സസ്യ ഇനങ്ങളുടെ തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത്. കാർഷിക മേഖലയിലെ പുതിയ പരിഷ്കാരങ്ങൾക്കെതിരെ രാജ്യമൊന്നടങ്കം കർഷക പ്രതിഷേധം അലയടിച്ചുയരുന്നൊരു ഘട്ടമാണിത്. ആ സമയത്താണ് പച്ചക്കറി വിളകൾക്ക് തറവില പ്രഖ്യാപിച്ച് കർഷകർക്ക് കേരളത്തിൽ സർക്കാർ കൈത്താങ്ങാവുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം പച്ചക്കറികൾക്ക് ഈ രീതിയിൽ തറവില തീരുമാനിക്കുന്നത്. കർഷകർക്ക് കൂടുതൽ പിന്തുണ നൽകാനും അതുവഴി സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുമാണ് ഈ നടപടി. മരച്ചീനി, ഏത്തക്കായ, കൈതച്ചക്ക, കുമ്പളം, വെള്ളരി, പാവൽ, പടവലം, വള്ളിപ്പയർ, തക്കാളി, വെണ്ട, കേബേജ്,
ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ബീറ്റ്റൂട്ട്, വെളുത്തുള്ളി, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന തിരഞ്ഞെടുത്ത 16 ഇനം പച്ചക്കറികൾക്കാണ് ഈ പദ്ധതി പ്രകാരം ആദ്യഘട്ടത്തിൽ തറവില നിശ്ചയിക്കുന്നത്. ഓരോ വിളകളുടെയും ഉൽപ്പാദന ചെലവിനൊപ്പം 20% തുകയാണ് ഇതിലധികമായി ചേർത്തിരിക്കുന്നത്. പച്ചക്കറികൾക്ക് നിശ്ചിത വിലയേക്കാൾ കുറഞ്ഞ വില വിപണിയിലുണ്ടായാൽ ഇവ സംഭരിച്ച് തറവില അനുസരിച്ചുള്ള തുക കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് നൽകും. ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തി ഗ്രേഡ് നിശ്ചയിക്കാനും കാലാകാലങ്ങളിൽ തറവില പുതുക്കി നിശ്ചയിക്കാനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരിക്കും ഈ പദ്ധതിയിൽ സംഭരണ വിതരണ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ കൃഷിയിലേക്ക് വരുന്ന പുതിയ കർഷകരുണ്ട്, പരമ്പരാഗത കർഷകരുണ്ട്. അവർക്കെല്ലാം കാർഷിക വൃത്തിയുമായി മുന്നോട്ട് പോകാനുള്ള കരുത്തും ധൈര്യവും പകരുന്നതായിരിക്കും ഈ പദ്ധതി. കൊല്ലം തുറമുഖത്ത് പുതുതായി നിർമ്മിച്ച മൾട്ടിപർപ്പസ് പാസഞ്ചർ കം കാർഗോ ടെർമിനൽ കഴിഞ്ഞ ദിവസം നാടിന് സമർപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ 17 ചെറുകിട തുറമുഖങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. യാത്രാ കപ്പലില്ലാത്തപ്പോൾ കാർഗോ കപ്പലുകൾ തീരത്തേക്ക് അടുപ്പിക്കാൻ കഴിയും വിധം ഉള്ള വിവിധോദ്ദേശ ടെർമിനലാണിത്. കൊല്ലവും ലക്ഷദ്വീപുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ഇതുപകരിക്കും. ഇതോടെ നിലവിൽ വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്ന കപ്പലിലെ ക്രൂ ചേഞ്ച് സംവിധാനം കൊല്ലം തുറമുഖത്തും ലഭ്യമാകും. ഈ ടെർമിനൽ യാഥാർത്ഥ്യമായതോടെ മിനിക്കോയ് കൊല്ലം വിനോദസഞ്ചാര കടൽപ്പാതക്കും സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. തുറമുഖത്തെ ഷിപ്പിംഗ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി നിർമ്മിച്ച 2 പുതിയ മോട്ടോർ ട്രക്കുകളും നാടിന് സമർപ്പിച്ചു. 3,26,00,000 രൂപ ചെലവഴിച്ചാണ് ധ്വനി, മിത്ര എന്നീ ടഗുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ഓരോന്നിനുമാണ് 3,26,00,000 രൂപ. ഇതിലൊരെണ്ണം കൊല്ലം തുറമുഖത്തായിരിക്കും, മറ്റൊന്ന് ബേപ്പൂർ തുറമുഖത്തുമാണ് ഉണ്ടാവുക. കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം അതിലെ അംഗങ്ങൾക്കും അവരുടെ ആശ്രിതർക്കും വേണ്ടി ആരംഭിക്കുന്ന കെയർപ്ലസ് എന്ന ചികിത്സാ സഹായ പദ്ധതി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. ഒരു ഇൻഷുറൻസ് കമ്പനിയെയും ആശ്രയിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ ജീവിത പങ്കാളിക്കും കുട്ടികൾക്കും വർഷം തോറും 3 ലക്ഷം രൂപയുടെ ചികിത്സാ സംരക്ഷണം ഉറപ്പാക്കുന്ന ഈ പദ്ധതി കേരളത്തിലെ മുഴുവൻ പോലീസ് സേനാംഗങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാവുമെന്ന കാര്യം ഉറപ്പാണ്. സംസ്ഥാനത്തെ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 47 പുതിയ കെട്ടിടങ്ങൾ വീഡിയോ കോൺഫറൻസ് വഴി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. കുസാറ്റ്, കണ്ണൂർ, MG, കാലിക്കറ്റ് സർവകലാശാലകളിലെ
നിർമ്മാണം പൂർത്തിയാക്കിയ ഓരോ പദ്ധതികൾ IHRDയുടെ കീഴിലുള്ള 9 സ്ഥാപനങ്ങൾ, അസാപ്പിന് കീഴിലെ 3 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ, കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 15 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള 2 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 3 പോളിടെക്നിക് കോളേജുകൾ, 5 ടെക്നിക്കൽ ഹൈസ്കൂളുകൾ, ഇവിടങ്ങളിലെല്ലാമുള്ള വിവിധ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത്. 64 കോടി രൂപ ചെലവിട്ടാണ് ഈ പദ്ധതികൾ പൂർത്തിയാക്കിയത്. കേരളത്തിൽ ഇതുവരെ സംവരണാനുകൂല്യം ലഭിക്കാത്ത വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതാണ്. എന്നാൽ അത് സംബന്ധിച്ച് ചില പ്രചരണങ്ങൾ തുടരുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ശരിയായ അർത്ഥത്തിൽ പരിഗണിച്ചാണ് സംവരണ കാര്യത്തിൽ ഞങ്ങൾ എക്കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഘട്ടത്തിൽ ഉണ്ടായ ദേശീയ അന്തരീക്ഷം, ആ ഘട്ടത്തിൽ സ്വീകരിച്ച സമീപനം നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ്. ദശാബ്ദങ്ങളായി ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നൊരു നിലപാടുണ്ട്. ഇതിൽ ഒരാശങ്ക പറത്തിവിടാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ സംവരണ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ഈ പുതിയ സംവരണം വരുന്നതോടെ എന്തോ നഷ്ടപ്പെട്ടു പോകുമെന്നതാണ്. നമ്മുടെ രാജ്യത്ത് സംവരണം സംബന്ധിച്ച് ഈ സംവരണം തുടരേണ്ടതുണ്ടോ എന്ന് കുറച്ച് നാൾ മുൻപ് വലിയൊരു ചർച്ച ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിൽ ഖണ്ഡിതമായ നിലപാടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. സംവരണം ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം ദശാബ്ദങ്ങളായല്ല നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ടൊരു വിഭാഗമാണത്. ആ വിഭാഗത്തെ ശരാശരി നിലവാരത്തിലേക്ക് ഉയർത്തണമെങ്കിൽ പ്രത്യേകമായ പിന്തുണ നൽകേണ്ടതുണ്ട്. അതിനാണ് സംവരണം ഏർപ്പെടുത്തിയത്. ആ സംവരണത്തിൽ കാലം കുറച്ചായി ഇനിയത് തുടരേണ്ടതുണ്ടോ എന്ന ചർച്ചയായിരുന്നു ദേശീയ തലത്തിൽ തന്നെ ചിലർ ഉയർത്താൻ നോക്കിയത്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും സംവരണം തുടരേണ്ടതാണെന്ന നിലപാട് ഞങ്ങൾ എടുക്കുകയും ചെയ്തു. ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ രാജ്യത്ത് വേറൊരു പ്രശ്നം നാം ചർച്ച ചെയ്തു. ഈ സംവരണം തുടരണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം മാത്രമല്ല, പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണമുണ്ട്. ആ സംവരണവും തുടരട്ടെ. പിന്നോക്ക വിഭാഗത്തിൻ്റെ സംവരണ കാര്യത്തിൽ ക്രീമി ലെയർ നടപ്പാക്കപ്പെട്ടതോടെ പിന്നോക്ക വിഭാഗത്തിലെ സമ്പന്ന വിഭാഗം സംവരണ ആനുകൂല്യത്തിന് അർഹരല്ലാതായി. എന്നാൽ ആ കാര്യത്തിൽ ആ സമയത്ത് തന്നെ ഒരു കാര്യം ഞങ്ങൾ ഉന്നയിക്കുകയുണ്ടായി.
ക്രിമി ലെയറിൽപ്പെട്ടവർ സംവരണത്തിന് അർഹത വേണ്ടതില്ല എന്നത് ശരിയായ നിലപാട് തന്നെയാണ്. എന്നാൽ സംവരണപ്രകാരം ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾ ആവശ്യമായത്ര എണ്ണം ഈ സംവരണ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ അത് സമുദായത്തിൻ്റെ കാര്യമാണ്. ആ സമുദായത്തിൽ നിന്ന് ആവശ്യമായത്ര ആളുകളെ ലഭിച്ചില്ലെങ്കിൽ ഈ മാറ്റി നിർത്തപ്പെട്ട ക്രിമി ലെയർ വിഭാഗത്തിൽ അർഹതയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നിയമനം നൽകേണ്ടതാണ് എന്ന് ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു. അപ്പോൾ സംവരണത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് വ്യക്തമാക്കാനാണ് ഇതൊക്കെ ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത്. അതേസമയം അന്ന് നാം വിളിച്ച മുന്നോക്ക വിഭാഗത്തിലെ പരമദരിദ്രരായ ആളുകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, അവർക്ക് സംവരണം ഒരു 10% സംവരണമെങ്കിലും അനുവദിക്കണം എന്നൊരഭിപ്രായം പൊതുവായി രൂപം കൊണ്ടു. ഞങ്ങളതിനെ അനുകൂലിച്ചവരായിരുന്നു, ശക്തമായി അനുകൂലിച്ചതാണ്. ഈ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ, ഇപ്പോഴല്ല, ദശാബ്ദങ്ങൾക്ക് മുൻപ് ഒരു തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാന വിഷയവുമായിരുന്നു. ഞങ്ങൾ ഈ നിലപാടിനെ എതിർത്തുകൊണ്ട് ചില രംഗത്ത് വന്നിരുന്നു. ഞങ്ങൾ പറഞ്ഞത്, ഈ പറയുന്ന കാര്യം നടപ്പാക്കണമെങ്കിൽ ഇപ്പോൾ 50% വരെയാണ് സംവരണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 50%-ത്തിലേക്ക് പല സംസ്ഥാനങ്ങളും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഇത് നടപ്പാക്കാൻ പറ്റൂ. ഇതിനൊരു ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് എന്നും ഞങ്ങൾ ആ ഘട്ടത്തിൽ പറഞ്ഞു. ഈ 10% സംവരണം നൽകണം, നടപ്പാക്കുന്നതിന് ഭരണഘടനാ ഭേദഗതി വേണം. ഇതായിരുന്നു ഞങ്ങളുടെ നിലപാട്. പിന്നീട് കേരളം പൊതുവിലെന്ന് പറയുമ്പോൾ LDFും UDFും ആണല്ലോ ഇവിടെ പ്രധാനം. UDFിൻ്റെ പ്രകടന പത്രികയിലും അത് സ്ഥാനം പിടിച്ചു. ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഇതേ കാര്യം ഒന്നുകൂടി എടുത്തു പറഞ്ഞു. ആദ്യഘട്ടത്തിലൊരു അവസരം കിട്ടിയത് ദേവസ്വം രംഗത്താണ്. അപ്പോൾ ദേവസ്വം ബോർഡ് വഴിയുള്ള നിയമനത്തിൽ അവിടുത്തെ പ്രത്യേക സാഹചര്യം വെച്ച് ഇത് നടപ്പാക്കാനുള്ളൊരു അവസരം ലഭിച്ചു. ഞങ്ങളത് നടപ്പാക്കി. രാജ്യത്ത് ഇത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഭരണഘടനാ ഭേദഗതി വന്നു. ആ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഇപ്പോൾ രാജ്യത്താകെ ഇത്തരമൊരു ഭേദഗതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംവരണ നയം വന്നിരിക്കുകയാണ്. അത് നമ്മുടെ സംസ്ഥാനം നടപ്പാക്കുന്ന രീതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിലേറ്റവും രസാവഹമായിട്ടുള്ള കാര്യം, ഇതിൽ ചിലർ തെറ്റിദ്ധരിച്ചുകൊണ്ട് എതിർക്കാൻ തയ്യാറാകുന്നുണ്ട്. അത് പാവപ്പെട്ടവർ തങ്ങളുടെ സംവരണാവകാശം ഇല്ലാതായി പോകുമോ എന്നൊരു ആശങ്കയിലാണത്. അവരോടെനിക്ക് പറയാനുള്ളത്, അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നിലവിലുള്ള സംവരണാവകാശം ആരുടേതും ഹനിക്കപ്പെടില്ല. ഒരു നേരിയ ശതമാനം പോലും ഹനിക്കപ്പെടില്ല. അപ്പോൾ ആ ഒരു ആശങ്കക്കും അടിസ്ഥാനമില്ല. അതേസമയം ഇന്നിനെതിരെ വലിയ തോതിൽ ചന്ദ്രഹാസം വിളക്കി വരുന്ന ഒരു പാർട്ടിയെ നാം കാണുന്നുണ്ട്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ്. അവരുടെ പേരിൻ്റെ ആദ്യ ഭാഗം ഇന്ത്യൻ യൂണിയനാണ്. ഈ ഇന്ത്യൻ യൂണിയനിൽ മുസ്ലിമിന് എല്ലാവർക്കും സംവരണാവകാശമുള്ള സംസ്ഥാനങ്ങൾ എത്രയുണ്ട്? നമ്മുടെ കേരളമല്ലാതെ എവിടെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്?
കേരളം വിട്ടാലുള്ള അവസ്ഥ എന്താ? ചെറിയൊരു വിഭാഗം ചിലയിടത്ത് സംവരണത്തിന് അർഹതയുള്ളവരാണ്. മഹാഭൂരിഭാഗം സംവരണത്തിന് അർഹതയില്ലാത്തവരാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ മുന്നോക്കത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്ന് പറയുന്നതിന് പകരം സംവരണേതര വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നാണ് പറയേണ്ടത്. നമ്മളെ പ്രയോഗത്തിൽ അങ്ങനൊരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രാജ്യത്താകെ ഉള്ള മുസ്ലിമിനെ എടുത്താൽ കേരളം ഒഴിച്ചുള്ള മറ്റുള്ളിടങ്ങളിൽ മഹാഭൂരിഭാഗം പേര് സംവരണേതര വിഭാഗമാണ്. ആ സംവരണേതര വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. ഹിന്ദുക്കളിലെ മുന്നോക്ക വിഭാഗത്തിലുള്ളവരുണ്ട്, നമ്മുടെ ക്രൈസ്തവരിലെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, മറ്റെല്ലാ മതസ്ഥരിലെയും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ഒരു മതത്തിലും പെടാത്തവരുണ്ട്. അങ്ങനെയും ഒരു കൂട്ടർ നമ്മുടെ രാജ്യത്തുണ്ട്. ജാതിയും മതവും ഇല്ലാത്തൊരു വിഭാഗമുണ്ട്. അവരും ഈ പറയുന്ന ആനുകൂല്യം ലഭിക്കാൻ അർഹതയുള്ളവരായിട്ട് മാറും. അപ്പോൾ ഇത് ഒരു പുതിയ കാര്യമാണ്. ആ പുതിയൊരു വിഭാഗത്തിനാണ് ഇത് ലഭിക്കുന്നത്. അത് ഏറ്റവും പാവപ്പെട്ടവർക്ക് ലഭിക്കണമെന്നാണ് നാം കണ്ടിട്ടുള്ളത്. പാവപ്പെട്ടവർക്ക് ലഭിക്കുന്നതിനുതകുന്ന മാനദണ്ഡങ്ങളാണ് നമ്മൾ സംസ്ഥാനത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. അതിലെന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഈ വിഭാഗത്തിന് സംവരണത്തിന് അർഹതയില്ല എന്നൊരു നിലപാട് സ്വീകരിക്കരുത്. കാരണം അവർ മഹാപാവപ്പെട്ടവരാണ്. ആ പാവപ്പെട്ടവർക്ക് ഇപ്പോൾ ഭരണഘടനാ ഭേദഗതിയിലൂടെ സംവരണത്തിന് അർഹത വന്നിരിക്കുന്നു. അതാണ് നമ്മൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് പങ്കിടാനുള്ളത്.